നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടയർ ഡെസിഗ്നേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ടയറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലിങ്ങനെ 195/55 അങ്ങനെ പറഞ്ഞിട്ട് അക്കങ്ങളും അതേപോലെ RV എന്നൊക്കെ പറഞ്ഞിട്ട് ആൽഫബറ്റ് ഒക്കെ കാണാൻ പറ്റും. ഇത് എന്താ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. ഇതിൽ 195 എന്ന് പറയുന്നത് സെക്ഷൻ വിഡ്ത്ത്, അതായത് ടയറിന്റെ വീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 195 ആണ് ആ ടയറിന്റെ വീതി. ഇനി 55 എന്ന് പറയുന്നത് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയും. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ വീതിനെ വെച്ച് നോക്കുമ്പോൾ അതിന് എത്ര ഉയരമുണ്ട്, വീതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് എത്ര ശതമാനമാണ് അതിന്റെ ഹൈറ്റ്, അങ്ങനെ പറയാൻ പറ്റും. ഇനി എന്ന് പറയുന്നത് റേഡിയൽ കൺസ്ട്രക്ഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ബി ആണെങ്കിൽ ബെൽറ്റഡ് എന്ന് പറയും. പുതിയ ടയറിലൊക്കെ ഒരുവിധം റേഡിയൽ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ വരുന്നത് 16 എന്നുള്ളതാണ്. 16 എന്ന് പറയുന്നത് ഈ റിമ്മിന്റെ ഡയാമീറ്റർ ആണ്, അതായത് ഈ ഇത്രയും നീളമില്ലേ, അതാണ് 16 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് ഇഞ്ചിലായിരിക്കാം ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ 87 എന്ന് പറയുന്നത് ലോഡ് റേറ്റിംഗ് ആണ്, അതായത് പൂർണ്ണമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള ടയറിന് എത്രത്തോളം ലോഡ് കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി വി എന്ന് പറയുന്ന ആൽഫബറ്റ് കാണിക്കുന്നത് അതിന്റെ സ്പീഡ് റേറ്റിംഗ് ആണ്, അതിന് എത്ര സ്പീഡ് വരെ മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ലോഡ് റേറ്റിംഗ് സ്പീഡ് റേറ്റിംഗ് നമ്മൾ ലോഡ് റേറ്റിംഗ് ചാർട്ടിലും അതുപോലെ സ്പീഡ് റേറ്റിംഗ് ചാർട്ടും നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഇവിടെ കാണാം ലോഡ് റേറ്റിംഗ് ഓരോ സംഖ്യ, ടയറിൽ തന്നിട്ടുള്ള സംഖ്യ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലോഡ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 30 മുതൽ ഇവിടെ 79 വരെയുള്ള വാല്യൂ ഉണ്ട്, അതിന്റെ ലോഡ് അതിന് എത്ര ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി സ്പീഡ് ഇൻഡെക്സ്, നമ്മൾ ഓരോ ആൽഫബറ്റ് കാണിക്കുമ്പോൾ അതിന് തുല്യമായിട്ടൊരു വേഗതയുണ്ട്. N ആണെങ്കിൽ 140 km/h വരെയാണ് അതിന്റെ വേഗത. Y ആണെങ്കിൽ 300 വരെ പോകാം. ഇനി ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. 110/70 61754 V എന്നാണ് ടയറിന് റേറ്റിംഗ് എങ്കിൽ അതിന്റെ ടയർ വിഡ്ത്ത് 110 mm ആയിരിക്കും. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 70% ആയിരിക്കും. എന്ന് പറയുന്ന റേഡിയൽ സ്ട്രക്ചർ ആണ് അതിന്റെ കൺസ്ട്രക്ഷൻ. പിന്നെ റിം ഡയാമീറ്റർ, അതാണ് ഡി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അത് 17 ഇഞ്ചാണ്. അതേപോലെ 54 ആണ് അതിന്റെ മാക്സിമം ലോഡിന് വന്നിട്ടുള്ള നമ്പർ, ലോഡ് റേറ്റിംഗ്. അപ്പൊ അതിന്റെ ലോഡ് എത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? 212 കിലോഗ്രാം. അത് നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. 54 കറസ്പോണ്ടിങ് ആയിട്ട് 212. അതേപോലെ വി ആണ് സ്പീഡ് റേറ്റിംഗ് തന്നിട്ടുള്ളത്. അപ്പോൾ വി എന്ന് പറയുന്ന ആൽഫബറ്റിനെ നോക്കിയിട്ട് എവിടെ കിട്ടും? 240 km/h കിട്ടും. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേഗം തന്നെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ടയറിൽ നോക്കിയിട്ട് ഇതൊന്നും കൂടെ ഉറപ്പിച്ചു വെച്ചോളൂ.